എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 24-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായുള്ള ടാലന്റ് അക്കാഡമിയുടെ പുതിയ റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് ഒരു വേദിയാണ്, അതായത് കേരള ടെക്നോളജി എക്സ്പോ 2024. അപ്പോൾ എന്താണ് 2024-ലെ കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? അത് കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വേദി ഏതാണ്? കേരള ടെക്നോളജി എക്സ്പോ 2024ന്റെ വേദി എവിടെയാണ്? കോഴിക്കോട്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ്. അതായത് 2024-ൽ പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2024-ൽ പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡ്. അതിൽ ഏത് അവാർഡാണ്? അതായത് സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ്. അത് നേടിയത് ആരാണ്? അത് പമേല അന്ന മാത്യു. ആരാണ്? പമേല അന്ന മാത്യു ആണ്. ഇനി ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ OEN ഇന്ത്യ ലിമിറ്റഡിന്റെ MD കൂടിയാണ് ആരെന്ന് പറയുന്നത്? പമേല അന്ന മാത്യു. അതായത് OEN ഇന്ത്യ ലിമിറ്റഡിന്റെ എന്താണ്? MD ആണ് പമേല അന്ന മാത്യു എന്ന് പറയുന്നത്. അപ്പോൾ പമേല അന്ന മാത്യുവിനാണ് എന്ത് പുരസ്കാരം? സംസ്ഥാന സംരംഭക അവാർഡിൽ എന്താണ്? സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് എത്ര ശതമാനം? 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? അത് കർണാടക. ഏതാണ്? കർണാടകയാണ്. വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. ആരാണ്? സിദ്ധരാമയ്യാണ്. അതുകൂടി ഓർക്കുക. അപ്പൊ ഈ ഒരു 10% കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുത്തിറക്കിയ 10%വുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറാത്ത സംവരണ ബില്ല് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് മഹാരാഷ്ട്ര സർക്കാർ അവതരിപ്പിച്ച മറാത്ത സംവരണ ബില്ല് പ്രകാരം മറാത്ത സമുദായത്തിലുള്ളവർക്ക് എത്ര ശതമാനമാണ് സംവരണം? 10% സംവരണമാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഈ കാറ്ററിംഗ് പോർട്ടലിലൂടെ ട്രെയിൻ യാത്രക്കാർക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്ത ഭക്ഷണം നൽകുന്നതിനായിട്ട് IRCTC-യുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ച ഫുഡ് ഡെലിവറി കമ്പനി ഏതാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞ ഇതാണ് അടുത്തത്. അതായത് 2024 ഫെബ്രുവരിയിൽ ഒരു ഫുഡ് ഡെലിവറി കമ്പനി ആരുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു? IRCTC-യുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് IRCTC എന്ന് പറയുന്നത്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് എന്താണ് ടൂറിസം കോർപ്പറേഷൻ എന്നാണ് IRCTC-യുടെ പൂർണ്ണരൂപം. എന്താണ്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ആണ് IRCTC എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് സഹകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആരാണ്? സ്വിഗ്ഗി. ആരാണ്? സ്വിഗ്ഗി ആണ്. അപ്പൊ ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് ഓർക്കുക. അതായത് ഈ കാറ്ററിംഗ് പോർട്ടലിലൂടെ എന്ത് ചെയ്ത ട്രെയിൻ യാത്രക്കാർക്ക് മുൻകൂട്ടി ഓർഡർ ചെയ്ത ഭക്ഷണം നൽകാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്വിഗ്ഗി ഈ ഒരു IRCTC-യുമായിട്ട് സഹകരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡിന്റെ. അപ്പോൾ NTPC-യുടെ പൂർണ്ണരൂപം ആദ്യമേ നമുക്ക് നോക്കാം. അതായത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അപ്പോൾ NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡിന്റെ ആദ്യ സോളാർ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എവിടെയെന്നാണ്? അത് ഛത്തർഗഡ്. എവിടെയാണ്? ഛത്തർഗഡ്. ഈ പറയുന്ന ഛത്തർഗഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അഭ്യാസമാണ്, സൈനികാഭ്യാസമാണ്. അതായത് ത്രിരാഷ്ട്ര അഭ്യാസമായിട്ടുള്ള ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് എവിടെയാണ്? അപ്പൊ എന്താണ്? ത്രിരാഷ്ട്ര അഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് എവിടെയാണ്? അത് മാലിദ്വീപ്. എവിടെയാണ്? മാലിദ്വീപാണ്. കാര്യമായിട്ട് തന്നെ ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ത്രിരാഷ്ട്ര അഭ്യാസമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന് എന്താണ്? മാലിദ്വീപാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. അതുപോലെ തന്നെ ശ്രീലങ്ക. ഏതൊക്കെയാണ്? ഇന്ത്യ, അതുപോലെ ശ്രീലങ്ക, ഇതുപോലെ എന്താണ്? മാലിദ്വീപ്. അങ്ങനെ ഈ 3 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അഭ്യാസമാണ് എന്തെന്ന് പറയുന്നത്? ദോസ്തി. അതിന്റെ 16ാം പതിപ്പ് എന്ന്
എന്ന് നടന്നു? 2024. അപ്പോൾ അതിന്റെ വേദി എവിടെയാണ്? മാലിദ്വീപാണ്. കാര്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ ഈ ദോസ്തി പറഞ്ഞതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ദോസ്ത് കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതായത് ഓപ്പറേഷൻ ദോസ്ത്, എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്? ഇത് ഇന്ത്യ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. അതായത് സിറിയ തുർക്കി ഭൂകമ്പങ്ങളിൽ നിന്നാണ് ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം, അതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ ഈ ദോസ്തി പറഞ്ഞതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ദോസ്ത് കൂടി കണക്ട് ചെയ്തെടുക്കുക. എന്താണ്? തുർക്കി സിറിയ എന്നിവിടങ്ങളിലെ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക. അപ്പോൾ എന്താണ്? ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക എന്ത് ചെയ്തിരിക്കുകയാണ്? 2024 ഫെബ്രുവരിയിൽ രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് ജാൻകെ ഷോപ്മാൻ. ആരാണ്? ജാൻകെ ഷോപ്മാൻ ആണ്. വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഇനി ജാൻകെ ഷോപ്മാൻ എന്ന് പറയുന്നത് നെതർലൻഡിന്റെ താരമായിരുന്നു. അപ്പോൾ നെതർലൻഡിന്റെ നാട് കളിക്കാരിയായിരുന്നു. ആരെന്ന് പറയുന്നത്? ജാൻകെ ഷോപ്മാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതാ ടീമിന്റെ പരിശീലകയായിരുന്നു. ഇനി അതുപോലെ തന്നെ 2021-22 വർഷത്തെ FIH ഹോക്കി സ്റ്റാർസ് അവാർഡിൽ എന്താണ്? മികച്ച പരിശീലകയ്ക്കുള്ള അവാർഡും ആര് നേടിയിട്ടുണ്ടായിരുന്നു? ജാനകി ഷോപ്മാൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒഡീസിയസ് എന്ന് പറയുന്ന ഒരു പേടകത്തെ പറ്റിയാണ്. അതായത് ഇൻഡിറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത്? ഒഡീസിയസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രത്യേകത നോക്കാം. അതായത് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഇതെന്ന് പറയുന്നത് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വിക്ഷേപണ വാഹനം കൂടി ഓർത്തു വയ്ക്കുക. ഫാൽക്കൺ 9. ഏതാണ്? ഫാൽക്കൺ 9 ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഒഡീസിയസിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗം. അതായത് വാഴയങ്കട വിജയൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ കഥകളി കലാകാരനാണ്. അപ്പോൾ 2024 അന്തരിച്ച കഥകളി കലാകാരൻ ആരാണ്? വാഴയങ്കട വിജയൻ. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2019 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാണ്. ആരെന്ന് പറയുന്നത്? വാഴയങ്കട വിജയൻ. അപ്പോൾ 2019 എന്താണ്? സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവ് കൂടിയാണ് വാഴയങ്കട വിജയൻ. അദ്ദേഹം എന്ത് ചെയ്തു? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു വേദിയാണ്. അതായത് കേരള ടെക്നോളജി എക്സ്പോ 2024. വേദി എവിടെയാണ്? കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ 2024ന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു പുരസ്കാരമായിരുന്നു. അതായത് 2024 പ്രഖ്യാപിച്ച എന്ത് അവാർഡിൽ? സംസ്ഥാന സംരംഭക അവാർഡിൽ. എന്ത് പുരസ്കാരം? സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. ആർക്കാണ് ലഭിച്ചത്? പമേല അന്ന മാത്യു. ആർക്കാണ്? പമേല അന്ന മാത്യുവിനാണ്. സമ്മാനത്തുക 2.5 ലക്ഷമാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് എന്താണ്? ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് എത്ര ശതമാനം? 10% നികുതി ഈടാക്കുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഇനി മറാത്ത സംവരണ ബില്ല്, അതായത് 10% സംവരണം ആർക്ക്? മറാത്ത സമുദായത്തിലുള്ളവർക്ക് ഏർപ്പെടുത്തിയ ബില്ല് അവതരിപ്പിച്ചത് മഹാരാഷ്ട്രയാണ്. അതുകൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? അതായത് NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡിന്റെ ആദ്യ സോളാർ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. അത് രാജസ്ഥാനിലെ ഛത്തർഗഡ് ആണ്. അതുകൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് സ്വിഗ്ഗിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. അതായത് സ്വിഗ്ഗി ആരുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്? അതായത് IRCTCയുമായിട്ട്. ഓർത്തു വയ്ക്കുക, IRCTCയുമായിട്ട് സഹകരിക്കാനായിട്ട് തീരുമാനിച്ച ഫുഡ് ഡെലിവറി കമ്പനി ഏതാണ്? സ്വിഗ്ഗി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു സൈനികാഭ്യാസം, അതിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ദോസ്തി എന്ന് പറയുന്ന അഭ്യാസം അതിന്റെ എത്രാമത് പതിപ്പ്? 16ാമത് പതിപ്പ്. അതായത് ഒരു ത്രിരാഷ്ട്ര അഭ്യാസമാണ് എന്തെന്ന് പറയുന്നത്? ദോസ്തി. ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. അതിന്റെ 16ാം പതിപ്പ് 2024 അതിന്റെ വേദി എവിടെയാണ്? മാലിദ്വീപാണ്. ഈ ദോസ്തി പറഞ്ഞ സമയത്ത് ഓപ്പറേഷൻ ദോസ്ത് നമ്മൾ പറഞ്ഞു. അതായത് എന്താണ്? തുർക്കി സിറിയ എന്നിവിടങ്ങളിലെ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. അതിനുശേഷം പറഞ്ഞ എന്താണ്? ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക എന്ത് ചെയ്തു? 2024 രാജിവെച്ചു. അവരുടെ പേരെന്ന് പറയുന്നത് ജാനകി ഷോപ്മാൻ. ആരാണ്? ജാനകി ഷോപ്മാൻ ആണ്. അത് ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു പേടകത്തിന്റെ പേരാണ്. അതായത് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ഏതാണ്? ഒഡീസിയസ് ആണ്. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. ഒരു കഥകളി കലാകാരൻ. പേരെന്താണ്? വാഴയങ്കട വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം എന്ന് പറയുന്നത് 2019 സംസ്ഥാന കഥകളി പുരസ്കാര ജേതാവാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ പ്രമോദ് ശങ്കർ, B K വാസുകി, C ബിജു പ്രഭാകർ, ഓപ്ഷൻ ഡി ജോഷോ ബെനറ്റ് ജോൺ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക.
ഇനി രണ്ടാമത്തെ ചോദ്യം 38ാമത് മുലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കെ രാജഗോപാൽ, ബി ഡി അനിൽകുമാർ, സി ഷീജ വക്കം, ഓപ്ഷൻ ഡി ജിബിൻ അബ്രഹാം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ ക്ഷമത, ബി ഓപ്പറേഷൻ സുതാര്യത, ഓപ്ഷൻ സി ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്, ഡി ഓപ്പറേഷൻ ജാസൂസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സുതാര്യതയാണ്. ആര് നടത്തിയ പരിശോധന? വിജിലൻസ് നടത്തിയ പരിശോധന. കാര്യമായിട്ട് ഓർക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞു എന്താണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് വില്ലേജ് ഓഫീസുകളിൽ പോവാതെ തന്നെ എന്താണ് സർട്ടിഫിക്കറ്റുകളും രേഖകളും എന്താണ് അതിനുള്ള എന്താണ് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാനും സർട്ടിഫിക്കറ്റുകൾ എന്താണ് ഓൺലൈനായിട്ട് തന്നെ എന്താണ് സ്വീകരിക്കാനും കഴിയുന്ന പോർട്ടലാണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്താണ് വില്ലേജ് ഓഫീസുകളിലെ അഴിമതി തടയുക എന്നുള്ളതാണ് ഈ ഡിസ്ട്രിക്ട് പോർട്ടലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഏത് പരിശോധന നടത്തിയത്? ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്ന പരിശോധന നടത്തിയത്. അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജാഫർ മാലിക്, ബി ദിവ്യ എസ് അയ്യർ, സി ഹരിത വി കുമാർ, ഓപ്ഷൻ ഡി ജെറോമിക് ജോർജ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജെറോമിക് ജോർജ് ആണ് എന്തെന്ന് പറയുന്നത് 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത്. നിലവിൽ അദ്ദേഹം ഏത് ജില്ലയുടെ കളക്ടറാണ്? അത് തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറാണ്. ആരെന്ന് പറയുന്നത്? ജെറോമിക് ജോർജ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു റവന്യൂ അവാർഡിൽ മികച്ച കളക്ടറേറ്റിനുള്ള അവാർഡ് നേടിയതും തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. ഫെബ്രുവരി 24-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.